യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹലോ ഗൈസ്, നോക്കട്ടെ വെച്ചാൽ പുതിയൊരു വീട്ടിലെല്ലാവർക്കും ഗൈസ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ വെറുതെ ആക്കിയിരിക്കുന്ന സമയത്ത് നമുക്ക് 1-2 പരിപാടി വേറെയും ഉണ്ട്. അതും കഴിഞ്ഞിട്ട് നമ്മൾ വെറുതെ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് വീഡിയോ ഇടാൻ തോന്നില്ല കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് പോസ്റ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് സമയവും പോവും, പക്ഷേ അതിനനുസരിച്ച് ചെറിയ ബെനിഫിറ്റും ഉണ്ടാവും. അപ്പോൾ ആ രീതിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചൂണ്ട വാങ്ങാൻ പോകണം കേട്ടോ. ചൂണ്ട കാണാൻ മറ്റേ ഇങ്ങനെ എന്തോന്നു റോഡും റീലുമാണ്. ബൈറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ തവള പോലത്തെ മോഡലിൽ ഇങ്ങനെ ഇരിക്കുന്ന സാധനം ഇങ്ങനെ നമ്മൾ വെള്ളത്തിൻ്റെ മേളിൽ കൂടി ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ തവള ഇങ്ങനെ ഓടിപ്പോകുന്ന പോലെ അങ്ങനെ എന്തോ ഒരു സംഭവം. അപ്പോൾ ആണൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇന്ന് നമ്മൾ അത് പോയി വാങ്ങാൻ പോകുന്നു. പിന്നെ സിറ്റിയിൽ പോയിട്ട് 1-2 ആവശ്യമുണ്ട്. ഇവിടെ നിന്ന് ട്രിവാൻഡ്രം സിറ്റി വരെ പോയാൽ ഇവിടെ ട്രിവാൻഡ്രം നെയ്യാറ്റിൻകരയിൽ ഒരു 10-20 കിലോമീറ്ററിനകത്തുണ്ട് കേട്ടോ. സിറ്റിക്കകത്തോട്ട് പോകാം 18 കിലോമീറ്റർ കണ്ടുണ്ട്. അപ്പോൾ അത്രയും ദൂരം നമ്മൾ ഇന്ന് കാറിൽ പോകാൻ പോകണം കേട്ടോ. അല്ലെങ്കിൽ കാറിൽ നമുക്ക് ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും നമ്മൾ ചെയ്യാതെ ഇന്ന് വണ്ടിയും കൊണ്ട് നമ്മൾ പോകാൻ പോയാണ്. നമ്മുടെ R15 വന്നിട്ട് നമ്മുടെ ചേച്ചിയുടെ മോൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പുറത്ത് ഒതുക്കി വെച്ചിട്ടുണ്ട്. ഈ വണ്ടി എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടി ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അവിടെ ഇല്ലാത്തതുകൊണ്ട് വണ്ടി അവൻ്റെ വീട്ടിൽ ഇരുന്ന് ശോകമാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓടാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മൾ പെയിൻ്റ് അടിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. നേരിട്ട് ഇതുവരെ ഇതിൻ്റെ ഓണർ വണ്ടി ഇതുവരെ കണ്ടില്ല കേട്ടോ. 2-3 പേരുണ്ട് കേട്ടോ. ഞാനും ചേച്ചിയുടെ മോനും പിന്നെ നമ്മുടെ ലെനു ഉണ്ട്. ലെനു കുറേ ദിവസം ഒന്നും വീഡിയോയിൽ വരക്കില്ലായിരുന്നു. ചെറിയ ജോലിയും പഠിച്ച് ജോലി ചെയ്യുന്ന പയ്യനാണ്. ഓക്കെ അല്ല, ജോലി ചെയ്ത് പഠിക്കുന്ന പയ്യനാണ്, അതാണ്. അപ്പം ഞാൻ ഇപ്പോൾ ഫ്രീ ആയി. ഇപ്പം മോഡൽ എക്സാം കാര്യങ്ങളൊക്കെ നടക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വരണമെന്ന് പറയാനായിട്ട് എന്തായാലും അവനെയും വിളിച്ചും കൊണ്ട് നമ്മൾ 3 പേരായിട്ട് പോകാൻ പോകണം. ട്രിവാൻഡ്രം സിറ്റി പോയിട്ട് കുറച്ച് പരിപാടിയുണ്ട്. പോയിട്ട് വന്നിട്ട് ആ ചൂണ്ട വെച്ചിട്ട് നമ്മളിന്ന് മീനും പിടിക്കും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ചെറിയ മീനുകളെന്നുള്ള നമ്മൾ ഊക്ക മീനുകളെന്ന് പിടിച്ച് നമ്മളെന്ത് പൊരിച്ചടിക്കും. അപ്പോൾ അങ്ങനത്തെ പരിപാടിയാണ്. പിന്നെ നമ്മൾ ട്രിവാൻഡ്രത്ത് പോയിട്ട് എന്തൊക്കെ പരിപാടിയുണ്ട് എല്ലാ കാര്യങ്ങളും എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഈ ഒരു ചെറുപടിയിൽ പോകുന്നുണ്ട്. നമ്മുടെ ചാനൽ ഇതുവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ബെലൈക്കൺ നമ്മൾ നോട്ടിഫിക്കേഷൻ ഇത് ചെയ്യാറ്. ഓക്കെ ഗൈസ്, 2 മാക്കാത്തലേമാർ വന്ന് നമ്മൾ നൈസിൽ നമ്മളിനി അങ്ങോട്ട് പോകാൻ പോകണം കേട്ടോ. വണ്ടി കണ്ട പുറത്ത് ഈ കവർ ഇത്രയും കച്ചറയാണെങ്കിൽ പോലും ഫുള്ള് പൊടിയാണ് ഇതിൻ്റെ പുറത്ത്. തറയിട്ട് വരയ്ക്കല്ലേ ചുറ്റി വിട്ടിക്കൊണ്ടിട്ട് കണ്ടാ. ഇതിനകം വണ്ടി പക്കയായിരിക്കും, അല്ലെങ്കിൽ ഫുള്ള് കച്ചറയാണ്. 2 ദിവസം കൊണ്ട് ഫുള്ള് കച്ചറയാണ്. ഇത് നമ്മൾ ഓടിയിട്ട് വന്നതിൻ്റെ ചെറിയൊരു പൊടിയൊക്കെ കാണാം ചെറിയ രീതിയിൽ, അല്ലെങ്കിൽ ഇലയൊക്കെ വീണ് ഫുള്ള് കച്ചറയാണ്. ഓക്കെ, അപ്പം സെറ്റ് അവിടെ കിടപ്പുണ്ട്. പോവാം. നമ്മൾ നൈസിൽ അങ്ങോട്ട് പോകാൻ പോവാണ്. ഉറം വണ്ടിയുടെ അടിയിലാണ് ഉറക്കം പൂച്ചേരെ. ഓക്കെ പൈസ കണ്ടാ. നമ്മുടെ ഫ്രണ്ടിൽ 2 കാർ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരെണ്ണം മാത്രമേ നമ്മൾ വീഡിയോ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. കണ്ടാ, ഒരു മസ്താങ്കും ഒരു R35. ഇനി എനിക്കിഷ്ടമുള്ള ഒരു BMW M3 എന്ന് പറയുന്ന ഒരു മോഡലുണ്ട്. അതുകൂടെ എടുത്ത് വയ്ക്കണം അല്ലേ? എന്ത് നമ്മളെടുത്ത് വയ്ക്കും. ഓക്കെ, നമുക്ക് നേരെ അങ്ങോട്ട് വിടാം. ഒരാവശ്യമില്ല, ചുമ്മാ ഭയങ്കര ബിസിയാണെന്ന് കാണിക്കാൻ വേണ്ടി ഫോൺ എടുത്ത് ചെവി വെച്ചിരിക്കണ്. ഓക്കെ, നമ്മൾ അങ്ങനെ പോകാൻ പോകണം. എവിടെ പോണേന്നറിയാമോ? ഗായ്സ്, പമ്പിൽ നിന്ന് പെട്രോൾ അടിച്ചു ദൈവയുടെ സമയത്ത് വ്ലോഗ് ചെയ്യാൻ പാടില്ല. നമ്മളങ്ങനെ ചാലയിലെത്തി. ഇവിടെ ഒരിടത്ത് കൊണ്ട് വണ്ടി ചാരി ഇറത്തിക്കുന്നു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി തപ്പിയിട്ട് വരാം. നീ നോക്കിയാ ഓൺലൈനിൽ? പിന്നെ എന്തിനു നോക്കിക്കൊണ്ടിരുന്ന ബാക്കില്? വാഴ ഇവിടെ ഒതുങ്ങി കിടക്കുമായിരിക്കും അല്ലേ? എന്തായാലും നമുക്ക് പോവാം. നീ വേണില്ലേ? തുറന്നു തരാനാ? അടാ കാലിട എടുത്ത് വെച്ചാ. നമുക്ക് 1-2 ചെറിയ പരിപാടി ഉണ്ട്. ഇപ്പം ഹോട്ട് വീൽസിന്റെ ചെറിയൊരു പരിപാടിയുണ്ട്. നെക്സ്റ്റ് വൈബ്സ്. അപ്പൊ ഇപ്പൊ എന്തിനു വന്ന് ഷീറ്റ് വാങ്ങാൻ വേണ്ട. അപ്പോൾ ഒരു വഴിക്ക് 2 പക്ഷിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യണം. തപ്പി നോക്കട്ടെ, ഇവിടെ എവിടെയാണെന്നൊന്നും അറിയാൻ വയ്യ. നമ്മൾ ഇവിടെ തന്നെ വന്നപ്പോൾ വണ്ടി അവിടെ ഇച്ചിരി അപ്പുറത്താണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ തന്നെ അന്വേഷിച്ചപ്പോൾ ഈ കടയ്ക്കകത്ത് ഇത് അലുമിനിയത്തിന്റെ സീലിംഗ് വർക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ ചോദിച്ചപ്പം പുറത്ത് റോഡിൽ ഇറങ്ങി കിട്ടുമെന്ന് പറയാനായിട്ട്. അപ്പോൾ വണ്ടി എന്തായാലും അവിടെ കിടക്കട്ടെ, നമ്മൾ പുറത്ത് നിന്ന് തപ്പി നോക്കാം. കിള്ളിപ്പാലം ടു അട്ടകുളങ്ങര റോഡ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. സൈഡൊക്കെ അടിപൊളിയായിട്ട് പ്ലാറ്റ്ഫോം, ഒരു ആട്ടം വേണ്ട സ്ഥലമുണ്ട്. വിശാലമായി കേട്ടോ. വാടാ, അവിടെയാ വെറുതെ മാങ്ങാത്തലയന്മാരെ എന്നെ ഓട്ടിച്ച്. ബെൻറ്റേജസ് സാധനം കിട്ടി. ഗോഡൗണ്ട് ഇവിടെ നിന്ന് ഇച്ചിരി ദൂരമുണ്ട് നമുക്ക് വണ്ടിയുടെ അടുത്ത്. അപ്പം വണ്ടി ചെന്നെടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചു. വണ്ടിക്കകത്ത് ഈ സാധനം കയറൂല കേട്ടോ. അതുകൊണ്ട് നമ്മൾ മേളിൽ വച്ച് കെട്ടി ആട്ടോയിൽ കൊണ്ടുപോകുമ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. ഇവരെന്തിന് പറഞ്ഞു കണ്ടത്? ഇവിടെ ഒരു കെട്ട്, അവിടെ ഒരു കെട്ട്. മാങ്ങാത്തലയാ അതുപോലെ കേട്ടാ. അല്ല, ഇനി വഴിയില്ല. സാധനം വാങ്ങാൻ വന്നിട്ട് ഇനിയിപ്പോ അത് കൊണ്ടുപോകാതിരിക്കാൻ പറ്റൂലല്ലോ. ആട്ടെ പോകുമ്പോൾ പതിയെ പോകണം, ഇല്ലെങ്കിൽ ഈ പുറത്തിരിക്കുന്ന സാധനം ചിലപ്പോൾ പറന്നു പോയി. നമ്മൾ വളച്ച ആ സാധനം കയറ്റി കഴിഞ്ഞാൽ അത് പൊട്ടും കേട്ടാ. അപ്പൊ അതുകൊണ്ട്
ഉണ്ട്, ഇവിടെയൊക്കെ കിട്ടുന്നുണ്ട്. എന്തെല്ലാം ആവട്ടെ, നമുക്ക് പയ്യെ പോവാം. അപ്പം ശരിയെന്നാ, ഇനി അടുത്ത പരിപാടി നമ്മുടെ പരിപാടി ഗായ്സ്. കരമന എത്തി കേട്ടാ. ഇവിടെ വന്നിട്ട് എന്തോ കരിക്കും ഡേറ്റ്സ് ഷേക്ക് കുടിക്കാന്ന് വിചാരിച്ചു. വല്ലപ്പോഴൊക്കെ നമ്മൾ പോയിട്ട് നമ്മൾ ഈ ചൂടത്ത് കുടിക്കുമ്പോൾ എപ്പോഴും വന്ന് കുടിക്കും. അപ്പം അതുകൊണ്ട് എന്തായാലും കുടിക്കാന്ന് ഓർത്തു. ഓക്കെ, ഇതാണ് ഷോപ്പ്. നമ്മളെ സാധനം കെട്ടി മേളിൽ വെച്ചിരിക്കുന്നു. കരിക്കും ഡേറ്റ് ഷേക്ക് കിട്ടി. പക്ഷെ ഈ സാധനം വന്നിട്ട് ഗ്ലാസ്സിന് വ്യത്യാസമുണ്ട് കേട്ടോ. നേരത്തെ വലിയ ഗ്ലാസ് പോലെയാണ്. അത് അകത്ത് ഇങ്ങനെ ഡേറ്റ്സ് ഇങ്ങനെ കിടക്കുമല്ലേ. പക്ഷെ ഇപ്പം ഡേറ്റ്സ് ഒക്കെ ജാമായി കിടക്കണം ഇതിനകത്ത്. പിന്നെ പഴയ ആ ഒരു വൈബ് ഈ ഒരു ഡേറ്റ്സിനകത്തില്ല അല്ലേ. പീസായിട്ട് അല്ലെങ്കിൽ ഡേറ്റ്സ് അതിനകത്ത് കിടക്കും. ഇത് മൊത്തം അരഞ്ഞിട്ട് ഒരു മായത്തോട്ട് പഴയത് കൊള്ളായിരുന്നു. ബംഗാളികളാണ് ജ്യൂസ് അടിക്കാൻ നിൽക്കുന്നത്. എന്റെ ആധാർ ഹൈസ്. നമ്മളങ്ങനെ ഇപ്പൊ എത്തിക്കണത് നമ്മുടെ പരിപാടിക്ക് വേണ്ടിയിട്ടാണ്. മൺതിട്ടേ കയറിയിട്ട പുഞ്ചക്കരി ഷാപ്പിന്റെ ഒക്കെ അടുത്താണ്. ഇവിടെയാണ് ഷോപ്പ്. നമ്മൾ ലൊക്കേഷൻ നോക്കിയതാ പൊക്കോണ്ടിരിക്കുന്നു. എത്തുമായിരിക്കും. ആണ് നമ്മൾ നമ്മുടെ ചൂണ്ട വാങ്ങാൻ പോണത്. എന്നാ വെറൈറ്റി നോക്കിയ റോഡിന്റെ നടുക്കൊരു തെങ്ങ്. ഇവിടെയാണ് ഈവനിങ് വൈബിനൊക്കെ ആൾക്കാർ ഇഷ്ടം പോലെ ഇവിടെ ഉണ്ടാവും. ഇതിന്റെ സൈഡിൽ ഗൈസ് നമ്മൾ സ്പോട്ടിലെത്തി കേട്ടാ. അമ്പോ വന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സുഖം കേട്ടാ. ഭയങ്കര സുഖം. ഒരു ഓഫ് റോഡ് കാറുണ്ടെങ്കിൽ സുഖം. ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. നമ്മൾ പുറത്ത് കെട്ടി വെച്ച് ഷീറ്റ് അതുപോലെ തന്നെ ഇരിപ്പുണ്ട്. ഇതിനെക്കുറിച്ച് നമുക്ക് വലിയ ഐഡിയ ഇല്ല കേട്ടാ. ഇത് മറ്റേ തോന്നുന്നു പൈനീർ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഫയർ എന്ന് പറയുന്ന ഒരു ചൂണ്ട 8 അടിയുണ്ട്. തവളയുടെ ഹുക്ക് നമ്മൾ പുറത്തെടുക്കാതിരിക്കാൻ വേണ്ടി ഒരു ലോക്കൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇഷ്ടം കൂടുതലായിരിക്കും കേട്ടോ. ഇഷ്ടംപോലെ ഐറ്റം ഉണ്ട്. ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ. കൈസ് നമ്മളൊരു റീൽ എടുത്തിട്ടുണ്ടായിരുന്നു. ആ സാധനം കാണിയത് ഫ്രണ്ട് കാണിയില്ല. എൻ്റെ ഫൈറ്റർ 400 എന്തായാലും ആ ഒരു ബ്രാൻഡിന്റെ റീലാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിൽ കെട്ടിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ റീൽ റോഡ് ഇതുകൊണ്ട് അവിടെ ഇരിക്കുന്നു. റോഡും റീലും അത് തന്നെ. ഇതിനോട്ട് റീലോട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ ഇവിടുന്ന് പർച്ചേസ് ചെയ്ത് നമ്മളിവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. ഒരുപാട് സാധനം വാങ്ങി. ഇതിൽ വേറൊരു സംഭവം എന്ന് പറയുന്നത്, ഞാൻ വാങ്ങിക്കൊണ്ടിരുന്നപ്പം കഴപ്പ് മൂത്തെന്ന് പറയാം. ഇല്ലെന്നു വാങ്ങിച്ചു നോക്ക്. ഇതൊക്കെ കൊണ്ട് തോളിയിരിക്കുന്നു കേട്ടോ. ഇത് എനിക്ക് ഞാൻ വാങ്ങിയത്. ഇത് വന്നിട്ട് 8 അടിയിരുന്നും മറ്റേത് 7 അടിയിലാണ് കേട്ടോ. പക്ഷെ അത് വന്നിട്ട് റോഡ് നല്ല റേറ്റുള്ളതാണല്ലേ. സംഭവം ബൈൻഡിന് വല്ലതും പറ്റുമെന്തോ. കുഴപ്പമില്ലല്ലോ, ഒന്നും ചെയ്യില്ലെന്ന് അവൻ തന്നെ പറയണത്. പട്ടി കരയും പോലെ സൗണ്ട്. ഫാർമേഴ്സ് ഹബ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫിഷിംഗ് സ്റ്റോർ ഇങ്ങനെ സെർച്ച് ചെയ്താൽ മതി കേട്ടാ. ഞാൻ വന്ന് വാങ്ങി സാധനം ഇപ്പം കുഴപ്പമൂത്ത് ഒരുത്തന്നെ കൂടെ വാങ്ങി. 2 പേർക്ക് ഏകദേശം 3000 രൂപയ്ക്ക് അടുപ്പിച്ചായ കേട്ടാ. ഒരാൾക്ക് ആ റേറ്റിന് അടുപ്പിച്ചായി. അത്യാവശ്യം നല്ല റീലും നോക്കിയാണ് വാങ്ങിയത്. റീലും റോഡ് ഇപ്പം ഷിമാനോ എന്ന് പറയണേ, എന്താ നല്ല ബ്രാൻഡ് എന്നൊക്കെ പറഞ്ഞ് 2 കവറിൽ ബൈറ്റും അതിന്റെ റീലും ബാക്കി സാധനങ്ങളെല്ലാം കൂടെ തണ്ട് അവിടെ ഇരിപ്പുണ്ട്. ഇല്ലെങ്കിൽ വൈകിട്ട് ഇറങ്ങാം അല്ലേ. അതെ, ഇല്ലെങ്കിൽ നാളെ. ഓക്കെ, ഗൂഗിൾ മാപ്പിൽ നോക്കിയാൽ മതി. അത്യാവശ്യം റൂറൽ ഏരിയ പോലെയാണ്. വെള്ളയാണി കായലിന്റെ ഒരു സൈഡായിട്ട് വരും, പുഞ്ചക്കിരിയുടെ ഒരു സൈഡാണ്. അപ്പം നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം കേട്ടോ. ഞാൻ റൂട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ, എന്തായാലും നേരെ വീട്ടിലോട്ട് പോട്ടെ. ലൊക്കേഷനും കാര്യങ്ങളും എന്തായാലും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം കേട്ടോ. അപ്പൊ അത് നോക്കി കറക്റ്റ് ആയിട്ട് വന്നാൽ ലൊക്കേഷൻ പക്കയാണ്, കറക്റ്റ് ആണ്. പക്ഷെ റൂറൽ ഏരിയ കയറുമ്പോൾ ഇത് തന്നെയാണോ ഒന്ന് ഡൗട്ട് ഒന്നും അടിക്കണ്ട. അത് തന്നെ ചെയ്യാതെ കൈസാണ് നമ്മൾ വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ സമയം ഒരുപാടായി. നമ്മൾ ഇനി ഇതിന്റെ സാധനം കെട്ടഴിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ലേന്ന് ഇതിനഴിച്ച് മാറ്റട്ടെ. ഇനി കുത്തിച്ചാരി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നനഞ്ഞതൊക്കെ റെഡിയാവും. ഇത് നനഞ്ഞൊന്നും ചെയ്യൂല അല്ലേ ഈ സാധനം? എന്തോ ആയിരിക്കും. അപ്പൊ എന്തായാലും വീട്ടിലെത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മളിതാ ഇന്ന് എടുത്തോണ്ടിറങ്ങുകയാണ്. നമ്മൾ ഈലും പിന്നെ റോഡും എല്ലാം കൂടെ എടുത്തോണ്ടിറങ്ങുകയാണ് കേട്ടോ. നമുക്കിന്ന് മീൻ കിട്ടുവാണെങ്കിൽ ഇന്നത്തെ വീഡിയോ എന്തായാലും കാണും. ഇല്ലെങ്കിൽ നാളെ പിടിച്ചിട്ട് നാളെ നിങ്ങൾ ഈ വീഡിയോ കാണുള്ളൂ. അപ്പോൾ നമ്മൾ ഫുഡും കഴിച്ചിട്ട് നമ്മൾ നൈസിൽ അങ്ങോട്ട് ഇറങ്ങുകയാണ്. ലെനുവിൻ്റെ വണ്ടിയിൽ നമ്മൾ നെയ്യാറ്റിലോട്ട് പോകാം. നെയ്യാറിലോട്ട്. ഓക്കെ, ശരി എന്നാ പോവല്ലേ. ഗൈസ് നമ്മളങ്ങനെ ആറ്റിങ്കര എത്തി കണ്ട. എന്തായാലും പരിപാടി തുടങ്ങാം. എന്താ നമ്മൾ മീൻ പിടിച്ച് നോക്കട്ടെ, ഒന്ന് ട്രൈ അടിച്ച് നോക്കട്ടെ. നേരെ കയറിട്ടുന്നു. രാവിലെ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷെ മീൻ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ രാവിലെ വന്നതാണ്. അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. രാവിലെയും വൈകിട്ടൊക്കെയാണ് കൂടുതലും മീനുകൾ അടിക്കുന്നത് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ചൂണ്ട എടുത്തിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഒരു മീനെങ്കിലും പിടിക്കാൻ സമാധാനമില്ല. നമ്മളങ്ങനെ ആറ്റിങ്കര എത്തി. ഇനി നമുക്ക് വല്ല ബുക്കിങ് കിട്ടുമോ നോക്കാം.
എന്തെങ്കിലും കിട്ടണം. കുഞ്ഞ് ചോട്ടാ സാധനം കിട്ടിയിട്ട് കാര്യമില്ല, ഏതായാലും ബെട കിട്ടണം, ബെട. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ലക്ഷ്യമാണ് നമുക്ക് നോക്കി നോക്കാം വല്ലതും കിട്ടുമെന്ന്. പൈസ അങ്ങനെ നമ്മൾ അടുത്തൊരു സ്പോട്ടിൽ വന്നിട്ടാണ്. രാവിലെ ഒരിടത്ത് പോയിട്ടൊന്നും കിട്ടിയില്ല. പിന്നെ കണ്ട മുടിയൊക്കെ വെട്ടി ഒന്ന് സെറ്റായിട്ട് നമ്മൾ ഉച്ചയ്ക്ക് ശേഷം അടുത്തൊരു കുളം സെറ്റ് ചെയ്ത് വന്നിക്കാണ്. അപ്പോൾ ഇവിടെ കിട്ടുമായിരിക്കും. രാവിലെ ആറ്റിലിട്ടിട്ടൊന്നും കിട്ടിയില്ല. രാവിലെ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടം വെയിൽ, ഒരു മണിക്കൂറിനകത്ത് തന്നെ മുട്ടം വെയിലായി. പിന്നെ ഒന്നും കിട്ടിയതുമില്ല, നമുക്ക് ഇടാനും അറിയാൻ പാടില്ലെന്ന് തോന്നുന്നു. എന്തായാലും ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് എറിഞ്ഞു നോക്കാം. ഓക്കെ, വല്ലതും കിട്ടുമെന്നൊന്ന് തപ്പി നോക്കാം. വാടാ, ഇവിടെ ഒരു ഗ്രൗണ്ടൊക്കെ ഉണ്ടുണ്ടാ, വലിയൊരു ഗ്രൗണ്ട്. നമ്മൾ ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ട തവള റെഡി. അപ്പോൾ ഇത് വന്നിട്ട് ഷിമാനോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ സൊളാര എന്ന് പറയുന്ന ഒരു സ്റ്റിക്കാണ്. ഈ ഒരു സ്റ്റിക്ക്, ഈ സ്റ്റിക്കിന് എന്തെന്ന് പറഞ്ഞാൽ റോഡ്, അത് തന്നെ. ഈ ഹുക്ക് വന്നിട്ട് ലുക്കാന മസ്റ്റാർഡ് ഹുക്കാണ്. കണ്ടാ, ആ ഹുക്കാണ് ഇത്. ആ ഹുക്ക് കണ്ടാ. ഇനി ഇതിനോ ജസ്റ്റ് ഒന്ന് ഇവിടെ പയറ്റി നോക്കാം, ഒന്ന് എറിഞ്ഞു നോക്കട്ടെ. എല്ലാം കിട്ടുവാണെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാം. അടിച്ചെന്ന് തോന്നുന്നു, അറിഞ്ഞൂടാ. നമ്മൾ അപ്പുറത്ത് കുളത്തിൻ്റെ അവിടെ നിന്ന് ഉണ്ട്. അപ്പുറത്ത് കുളത്തിൻ്റെ അവിടെ നിന്ന് നമ്മൾ എടുത്തിട്ട് കിട്ടിയില്ല. അപ്പോൾ പായലുള്ളടുത്ത് വന്നപ്പോൾ ആദ്യമായിട്ട് നമുക്കൊരു മീൻ അടിച്ചിട്ടുണ്ട്. റെക്കോർഡ് ആവേ തന്നെ എൻ്റെ മോനെ. വിരാലൻ എൻ്റെ മോനെ പൊളി. ആദ്യമായിട്ട് അടിച്ചതാണ് കേട്ടോ. ഈ ഹുക്ക് വന്നിട്ട് ഇങ്ങനെ എൻ്റെ വായിക്കകത്ത് ഹുക്ക്. ഇവിടെ ഇഷ്ടം പോലെ മീൻ ഭയങ്കര അടിയുണ്ട് കേട്ടാ. ആദ്യമായിട്ട് അയ്യേ, കണ്ടില്ലേ അത്? അടിച്ചിട്ട് കിട്ടിയില്ല. സമയം 6:30. അങ്ങനെ ഇത് അടുത്ത ദിവസമാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം കിട്ടിയ മീൻ, പിന്നെ അതിന് ശേഷം വേറെ ഒന്നും കിട്ടിയില്ല. പിന്നെ ബൈറ്റിൽ അടിക്കുന്നുണ്ട്. നമ്മൾ വെട്ടി എടുക്കുന്നതിൻ്റെ കുഴപ്പമാണ്. എന്താണെന്ന് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. നമ്മൾ എറിയുന്നത് പോലെ നേരെയല്ല. അപ്പം നമ്മളൊന്ന് പഠിച്ചു പറഞ്ഞോളൂ. അപ്പോൾ ഈ സാധനം നമ്മൾ കുറച്ച് ദിവസം ഉപയോഗിച്ച് വരുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. പിന്നെ ഇവിടെ അറിയാവുന്ന പയ്യന്മാരൊക്കെ ഉണ്ടാകും, അവരുടെയൊക്കെ ചോദിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും. പിന്നെ നല്ല ബൈറ്റ്, ഏത് ബൈറ്റാണെന്നുള്ളത് കാര്യങ്ങളൊന്നും നോക്കിയിട്ട് എന്തായാലും പറയാം കേട്ടോ. നല്ല ബൈറ്റുകളുടെ ഡീറ്റെയിൽ എന്തെങ്കിലും നിങ്ങളുടെ സാധനം ഉണ്ടെങ്കിലും പറഞ്ഞാൽ മതി, എന്നാൽ ഫണ്ട് തരാം നമുക്ക് സാധനം വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം ഏതാണെന്നുള്ളത് അഭിപ്രായം എന്തെങ്കിലും കമൻറ്റ് ചെയ്യട്ടെ, അറിയാവുന്നൊരു കമൻറ്റ്. ബൈറ്റിൻ്റെതും പിന്നെ ഈ സാധനം ഇങ്ങനെ വലിച്ചെടുക്കുന്ന, നമ്മൾ റിട്ടേൺ വലിച്ചെടുക്കുന്നതിൻ്റെ സ്പീഡും അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഇത് പഠിക്കാനുണ്ട്. അപ്പം എന്തായാലും കുറച്ച് നമ്മൾ ഫ്രീ ആയിരിക്കുമ്പം പോകാമെന്ന് ഓർത്തിരിക്കുന്നു. ഇന്ന് എന്തായാലും വൈകിട്ട് ഇന്നും പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി എന്തായാലും നമ്മൾ സമയം പോക്ക് നമ്മൾ പിടിക്കാം. മറ്റത് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി 1-2 കൂടെ പിടിച്ചടിക്കാന്നുള്ള പ്ലാനാണ്. ഒന്നും പറയില്ല, ഇന്നത്തെ വീഡിയോ എന്തായാലും ഇവിടെ വെച്ച് അവസാനിപ്പിക്കണോണ്ടാണ്. ഫ്രീ ടൈമിന് നമുക്ക് സമയം പോകാൻ വേണ്ടിയിട്ട് നമുക്കെടുത്ത് മീനൊക്കെ പിടിച്ച് സെറ്റായിട്ടിരിക്കാം, പിടിച്ചടിക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ. ഇപ്പം അടുത്തൊരു ബൈക്ക് ട്രാവൽ ലൈഫ് സ്റ്റൈൽ ഒരു വീഡിയോ ആയിട്ട് എന്തായാലും വരാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടാൻ ഡിസ്ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവർക്ക് ബൈ.